പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ എ ഫീനിക്സ് റൈസസ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. പ്രധാനമായും ഫോർമൽ ലെറ്റർ, സ്പീച്ച്, ബയോഗ്രാഫിക്കൽ സ്കെച്ച് എന്നിങ്ങനെ 3 ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. The first activity under Let's Recall and Recreate. Activity 1. The 3rd of November is observed as National Entrepreneurship Day. The English club of your school plans to conduct an idea generation contest for the Young Innovators program. You wish to invite Arunachalam Muruganandam as the chief guest. Draft a letter to Mr. Muruganandam seeking his consent and inviting him to the event. നവംബർ 3-ന് നിങ്ങളുടെ സ്കൂളിൽ നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡേ ആഘോഷിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇംഗ്ലീഷ് ക്ലബ് ഒരു ഐഡിയ ജനറേഷൻ കോൺടെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിക്കൊണ്ട് മിസ്റ്റർ അരുണാചലം മുരുകാനന്ദത്തെ ഇൻവൈറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫോർമൽ ലെറ്ററാണ്. ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ശരിയാം വിധം അറിഞ്ഞിരിക്കണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ ലെറ്റർ ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. പ്രത്യേകമായും അതിൻ്റെ ഫോമാറ്റ് ശ്രദ്ധിക്കുക. ആദ്യം വേണ്ടത് റൈറ്റേഴ്സ് അഡ്രസ് ആണ്. ദ സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്, XYZ സ്കൂൾ, കൊച്ചി എന്നിങ്ങനെ ഒരു റൈറ്റേഴ്സ് അഡ്രസ് തയ്യാറാക്കി നൽകിയിരിക്കുന്നു. ഇനി വേണ്ടത് ഡേറ്റ് ഓഫ് ദ ലെറ്റർ. 10th October 2025 എന്നിങ്ങനെ ഡേറ്റും നൽകിയിരിക്കുന്നു. മൂന്നാമതായി വേണ്ടത് റിസീവേഴ്സ് അഡ്രസ് അഥവാ റെസിപ്പിയൻസ് അഡ്രസ്. ആർക്കാണോ ലെറ്റർ ലഭിക്കേണ്ടത് ആ വ്യക്തിയുടെ അഡ്രസ്. മിസ്റ്റർ അരുണാചലം മുരുകാനന്ദം, ജയശ്രീ ഇൻഡസ്ട്രീസ്, കോയമ്പത്തൂർ, തമിഴ്നാടു എന്നിങ്ങനെ ആ അഡ്രസ്സും നൽകിയത് ശ്രദ്ധിക്കുക. ഇനി സബ്ജക്റ്റ് ആണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റ് ഒരു ഹെഡിങ് പോലെ ഒരു ക്യാപ്ഷനായി നൽകുക. സബ്ജക്റ്റ്: ഇൻവിറ്റേഷൻ ടു ഗ്രേസ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡേ സെലിബ്രേഷൻസ് ആസ് ചീഫ് ഗസ്റ്റ് എന്നാണ് ഇവിടെ സബ്ജക്റ്റ് നൽകിയത്. ഇനി സല്യൂട്ടേഷൻ, ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്നിങ്ങനെയൊക്കെ നൽകുക. ശേഷം ബോഡി ഓഫ് ദി ലെറ്റർ. We are delighted to inform you that the English Club of our school is observing National Entrepreneurship Day on 3rd of November 2025 with great enthusiasm. As part of the celebrations, we are organizing an idea generation contest under the Young Innovators program to encourage creativity and social responsibility among students. On this occasion, we would be deeply honored to have you as our chief guest for the event. We believe that your presence and words will strongly motivate our young learners to think and act differently for social upliftment. We hope you will grace the occasion with your presence. Please confirm your availability at your earliest convenience. We look forward to hearing from you and thank you for your kind consideration. ഇതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിൽ ആരാണ് ലെറ്റർ തയ്യാറാക്കുന്നതെന്നുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, എന്താണ് സബ്ജക്റ്റ്, എന്താണ് റിക്വസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടണം. ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഓർ യുവേഴ്സ് സിൻസിയർലി പോലുള്ള കൺക്ലൂഡിംഗ് ഫ്രേസ് ഉപയോഗിക്കുക. ശേഷം സിഗ്നേച്ചർ, ഏറ്റവും അവസാനം നെയിം ഓഫ് ദ റൈറ്റർ. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ സിഗ്നേച്ചർ കാർഡ്, നെയിം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമാജിനറി നെയിം എഴുതി ചേർക്കാവുന്നതാണ്. സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്. ഇത് ഒരു മോഡലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്വന്തമായി തന്നെ ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് പരിശീലിക്കുക. Now the second activity question. The future of India will be shaped by its youths. ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നത് അതിന്റെ യുവാക്കളായിരിക്കും. The nation needs the efforts of young entrepreneurs for its growth and development. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും യുവ സംരംഭകരുടെ അധ്വാനം ആവശ്യമാണ്. Young men and women should take the initiative to turn challenges into opportunities.
എല്ലാ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇനീഷ്യേറ്റീവ് യുവാക്കളും യുവതികളും കൈക്കൊള്ളണം. Prepare a speech on the topic Entrepreneurship, the Path to Nation's Progress. രാജ്യത്തിന്റെ പുരോഗതിക്ക് സംരംഭകത്വം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു സ്പീച്ച് തയ്യാറാക്കുക. ഇതാണ് ആക്ടിവിറ്റി. ഇത്തരത്തിലുള്ള ഒരു സ്പീച്ചിന്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ദ നീഡ് ഫോർ ഓൺടർപ്രണർഷിപ്പ്, സംരംഭകത്വത്തിന്റെ ആവശ്യകതകൾ, ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ബ്രെയിൻ ഡ്രെയിൻ, തൊഴിലില്ലായ്മയും വിദ്യാസമ്പന്നരായ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഫലമായി രാജ്യത്ത് അനുഭവപ്പെടുന്ന ബ്രെയിൻ ഡ്രെയിൻ, ഐഡിയേഷൻ, ദി അബിലിറ്റി ടു തിങ്ക് ഓഫ് ന്യൂ ഐഡിയാസ്, പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, ഇംപ്ലിമെന്റേഷൻ, ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റാർട്ട് ന്യൂ വെഞ്ചേഴ്സ്, അല്പം റിസ്ക് എടുത്തും പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സ്പീച്ചിൽ പരാമർശിക്കാൻ ഇതിന്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ സ്പീച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Honorable Principal, respected teachers and my dear friends, a very good morning to all of you. Today I am here to speak on the topic Entrepreneurship, the Path to Nation's Progress. The future of India depends on its youths. We need young entrepreneurs who can turn challenges into opportunities. Entrepreneurship is important because it creates new jobs, solves local problems, and helps in growth of the economy. But to become entrepreneurs, we need more than just degrees. The real purpose of education is not just to get a job, but to learn how to think and identify problems, find solutions for them, and help society. Unemployment is still a big issue in our country. Many educated young people move abroad in search of jobs. This creates brain drain in our country and it weakens our progress. We must encourage ideation, the ability to think of new ideas. But ideas alone are not enough. Implementation is the key. Young people should be brave enough to take risks and build something useful for the country. Let us aim to be not job seekers, but job creators, and make India stronger through our innovation and effort. Let me conclude by thanking you all for your time and attention. Now, the third activity question. From the story A Phoenix Rises and from the interview, you have gained some insights into Arunachalam Muruganandam's life and achievements. A Phoenix Rises എന്ന സ്റ്റോറി വായിച്ചും അരുണാചലം മുരുകാനന്ദനുമായുള്ള ഇന്റർവ്യൂ വായിച്ചുമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. യൂസിംഗ് ദ ഹിൻസ് ഗിവൺ, ഡെവലപ്പ് എ ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ദി ഓൺടർപ്രണർ. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച്, ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കുക. ദ ഫോളോയിങ് ഫോമാറ്റ് മേ ഹെൽപ്പ് യു. ഇത്തരത്തിൽ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ അതിനൊരു ഫോമാറ്റ് ഫോളോ ചെയ്യാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഫോമാറ്റ് നിങ്ങൾക്ക് സഹായകരമാകും. ആദ്യം അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകുക. ദെൻ ഏർലി ലൈഫ്. ഏർലി ലൈഫിൽ ഉൾപ്പെടേണ്ട ഹിൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. വീവേഴ്സ് സൺ, 2 sisters, father's deaths, drops out of school, job in welding workshop, marriage. ഇത്രയും കാര്യങ്ങളാണ് ആദ്യകാല ജീവിതത്തിൽ ഉൾപ്പെടേണ്ടത്. ദെൻ മേജർ ഇവൻറ്റ്സ്, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ച് ഹിൻസ് നൽകിയിട്ടുണ്ട്. Experiments to make sanitary napkins, failures, wife leaves him, family blames him, village isolates him. Then major accomplishments, അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടങ്ങളും ഉൾപ്പെടുത്തുക. Finds the materials used in sanitary napkins, design cheaper machines, social entrepreneurship, a revolution in women's health and hygiene. Then interesting facts, ജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങളും അതിനെക്കുറിച്ചും പരാമർശിക്കുക. ഹിസ് വിഷൻ ആൻഡ് മിഷൻ ടു സപ്ലൈ മെഷീൻസ് ടു വിമൻസ് സെൽഫ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്. ദ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് നൗ ഗീവ്സ് ലെക്ചേഴ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ്. ഒരു കാലത്ത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂൾ പഠനം നിർത്തിയ ആ ഒരു കുട്ടി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും യൂണിവേഴ്സിറ്റികളിൽ ലെക്ചേഴ്സ് സംഘടിപ്പിക്കുന്നു, പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നു.
ബയോപിക് ഓൺ ഹിസ് ലൈഫ് റിലീസ്ഡ് ഇൻ 2018. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജീവിതം തന്നെ ഒരു ഫിലിമായി 2018 ചിത്രീകരിക്കപ്പെട്ട് പ്രദർശനത്തിന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഫോമാറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അരുണാചല മുരുകാനന്ദം എന്ന പാഡ്മാൻ ഓഫ് ഇന്ത്യയുടെ ഒരു ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ടൈറ്റിൽ: അരുണാചല മുരുകാനന്ദം, ദ പാഡ്മാൻ ഓഫ് ഇന്ത്യ. Early life. Arunachala Muruganandam was born into a poor weaver's family in Tamil Nadu. He had two sisters. Tragedy struck early when he lost his father unexpectedly. Due to financial difficulties, he had to drop out of school and later took up a job in a welding workshop. At the age of 21, he married Shanti and began his journey as a husband concerned for his wife's health and hygiene. Major events. Muruganandam was shocked to find that his wife used unhygienic rags during her menstrual periods, as sanitary napkins were too expensive. Determined to help her and other women, he experimented to make affordable sanitary pads, even testing them on himself using blood and rubber tubes. Though he failed repeatedly, he believed trials and errors would lead to success. But his wife and mother left him, his family opposed him, and the village humiliated and disgraced them for working on a taboo subject. Major accomplishments. Despite all obstacles, Muruganandam succeeded in identifying the cellulose fiber used in sanitary pads. He designed inexpensive machines for defibration, compression, and sterilization. He empowered women through women and supported women's self-help groups. His work sparked a revolution in women's health and hygiene across rural India. He emerged as a true social entrepreneur. Mission, honors and awards. Muruganandam's mission is to empower rural women by creating 1 million jobs for them and to ensure 100% hygiene in households. Madras IIT honored him with National Innovation Foundation's Grassroots Technological Innovations Award. He received the award from President of India. The Government of India selected him for the Padma Shri Award in 2016. Interesting facts. Though a school dropout, he now lectures at leading universities across the globe. A biopic on his inspiring life, Padman, was released in 2018, bringing his story to a wider audience. His journey proves that one man's determination can bring about lasting social change. ഇത്രയുമാണ് എ ഫീനിക്സ് റൈസസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച ഓരോ ഡിസ്കോഴ്സ് ആക്ടിവിറ്റിയും വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ലെറ്റർ ഫോമാറ്റ്, സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച്, ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഇവയുടെയൊക്കെ ഫോമാറ്റ്, മോഡൽ, സ്റ്റൈൽ ഇതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. സ്വന്തമായി തന്നെ ഡിസ്കോഴ്സുകൾ തയ്യാറാക്കി പരിശീലിക്കുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.